സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോടാ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലിൽ തൊളിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ മൈര, ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മൈര, കാട്ടു മൈര. എന്നെ മൈര എന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈര എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. അത് വിളിക്കേണ്ടത് തന്നെ. അയാൾക്ക് സ്റ്റാൻഡേർഡ് ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളെ. അത് ശരിടാ മഹാനെ. हे प्रभु, हे हरि राम कृष्ण जगन्नाथ प्रेमानंद, ये क्या हुआ? നീ മനസ്സിലാക്കുക, ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്താനം പറയുന്നത്. എന്നെ മറ്റേത് പറയുമ്പോ അയാള് വെറും തേർഡ് റേറ്റ് ആണ്. നമ്മളെക്കാളും തേർഡ് റേറ്റ് ആയിക്കോട്ടെ, ഫോർത്ത് റേറ്റ് ആയിക്കോട്ടെ, എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അങ്ങോട്ട് വാപത്തി പിടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സാനിറ്റൈസർ തേച്ചിട്ട് എണ്ണാക്കിലോട്ട് തേച്ച് വെച്ചു കൊടുക്കും. ഞാൻ ഇതെന്റെ അടുത്ത് കുറെ പേര് ഇവൻ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മൊണ്ണ അവനെ പറഞ്ഞപ്പോ അവൻ അതേപോലെ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴേക്കും വാവ വന്ന് മൊണ്ണയുടെ വാ പൊത്തുന്നുണ്ട്. മൊണ്ണെ പറയല്ലേ, മൊണ്ണെ പറയല്ലേ, മൊണ്ണെ സാറടാ മൊണ്ണെ, നീ പറഞ്ഞടാ മൊണ്ണെ. എന്നെന്തിനെ പൊക്കി പറയണേ, കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. തന്തയില്ലാത്തവന്മാരങ്ങനെ പലതും പറയും. നീ പറഞ്ഞോടാ അയാളി. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഇത് സൗണ്ട് ഇല്ലാതെ കാണേണ്ട ഒരു സാധനമാണ്. എനിക്ക് അങ്ങനെ കാണാൻ ഇതിഷ്ടം. കന്നഡ മോനെ പശു. ആ പാണ്ടിക്കരിമ്പാറ മോനെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.